ചെറുപയർ പരിപ്പ് ലഡു ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി 1 കപ്പ് ചെറുപയർ പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് ഫ്ലെയിം വളരെ കുറച്ച് വെച്ച് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം. ഇത് നല്ല ചുമന്ന കളറാവരുത്. ലഡുവിനൊരു കളറ് വ്യത്യാസം ഉണ്ടാവും. ഈ മഞ്ഞ കളർ അങ്ങനെയും നിൽക്കണം. എന്നാൽ അതിൻ്റെ ആ ഒരു പച്ച ചുവ മാറുകയും വേണം. ഫ്ലെയിം പെട്ടെന്ന് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. പിന്നെ ആ ഒരു പച്ച മണം മാറുകയില്ല. അതുകൊണ്ട് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച് വേണം ഇത് വറുത്തെടുക്കാൻ. ഇത് വറുത്തെടുക്കുന്ന സമയത്ത് ഒരു പച്ചമണമായിരിക്കും. പിന്നീട് ഇത് നന്നായിട്ട് മൂത്ത് വരുന്നതിനനുസരിച്ച് അതിൻ്റെ ഒരു മണം നല്ലൊരു റോസ്റ്റഡ് മണമായിട്ട് വരും. ഇത് വറുത്തെടുത്തതിന് ശേഷം തണുക്കാനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇത് ഒരല്പം ചൂട് മാറാനായിട്ട് മാറ്റി വയ്ക്കാം. 1 സ്പൂൺ നെയ്യൊഴിച്ച് നുറുക്കിയെടുത്ത അണ്ടിപ്പരിപ്പ് ഒരു ഗോൾഡൻ കളറാവുന്നത് വരെ വറുത്തെടുക്കണം. പൊടിച്ചെടുത്ത പരിപ്പിലേക്ക് നെയ്യോടുകൂടി ഒഴിച്ചു കൊടുക്കാനായിട്ടാണ്. ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. അല്ലെങ്കിൽ നെയ്യോടുകൂടി തന്നെ ഇതിൽ തന്നെ വെച്ചിരുന്നാലും മതിയാവും. പരിപ്പ് ചെറുതായിട്ടൊന്ന് ചൂട് കുറഞ്ഞിട്ടുണ്ട്. ഇത് മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഒട്ടും തരി പാടില്ല. ഇത് ഈ മാവ് ഒന്നുകൂടി 2 ടേബിൾ സ്പൂൺ നെയ്യൊഴിച്ച് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. മാവ് നന്നായിട്ട് ചൂടാകണം. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വയ്ക്കണം. ഇല്ലെങ്കിൽ മാവായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടിയിൽ പിടിച്ചു പോകും. നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിലേക്ക് 1/4 കപ്പ് ശർക്കരയാണ് ചേർക്കുന്നത്. ഈ ലഡുവിലേക്ക് ശർക്കര ഉരുക്കി അരിച്ചെടുത്തിട്ടല്ല ചേർക്കുന്നത്. ചെറുതായിട്ട് നുറുക്കിയെടുത്തതിന് ശേഷം മിക്സിയിലിട്ട് നന്നായിട്ട് 2 തവണ ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ നല്ലൊരു കുഴഞ്ഞ ഒരു പാകത്തിന് കിട്ടും. നെയ്യുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാവ് എടുക്കാം. നല്ലൊരു റോസ്റ്റഡ് മണമാവണം. ഈ മാവ് പൊടിച്ചെടുക്കുന്നതിന് മുമ്പ് തന്നെ ഒന്ന് വറുത്തതാണെങ്കിലും നെയ്യുമായിട്ട് യോജിച്ച് ഇതൊന്ന് വറുത്തെടുത്തതിന് ശേഷം അണ്ടിപ്പരിപ്പും നെയ്യോടുകൂടി ഇതിനകത്തേക്ക് ചേർക്കാം. ചൂടോടുകൂടി നെയ്യാണ് ഇതിനകത്തേക്ക് ഒഴിക്കുന്നത്. ചൂട് നെയ്യാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. ബാക്കിയിരിക്കുന്ന നെയ്യ് മുഴുവനും ചൂടാക്കിയെടുക്കാം. ഇതിലേക്ക് മൊത്തം 1/4 കപ്പ് നെയ്യാണ് ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1/4 കപ്പ് ശർക്കര. മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുക്കുമ്പോൾ ശർക്കര ഒന്ന് അലിഞ്ഞതുപോലെ ആയി കിട്ടും. ഇതിൻ്റെ മുകളിലേക്ക് ചൂടാക്കി വെച്ചിരിക്കുന്ന നെയ്യ് ഒഴിക്കാം. ഈ ചൂടാക്കി വെച്ചിരിക്കുന്ന നെയ്യ് ഒഴിക്കുമ്പോൾ ലഡു നന്നായിട്ട് ഉരുട്ടിയെടുക്കാനുള്ള എളുപ്പത്തിന് കിട്ടും. ഇത് ചെറിയ ചൂടോടുകൂടി തന്നെ ഉരുട്ടിയെടുക്കണം. ഇല്ലെങ്കിൽ തരി തരിയായിട്ട് തന്നെ കിടക്കും. ഒരു നാരങ്ങ വലുപ്പത്തിലോ നെല്ലിക്ക വലുപ്പത്തിലോ ഉരുട്ടിയെടുക്കാം. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ലഡുവാണ്. ചെറുപയർ പരിപ്പ്, ശർക്കര, നെയ്യ്, ഏലക്കാപ്പൊടിയൊക്കെയാണ്, അണ്ടിപ്പരിപ്പൊക്കെയാണ് ഇതിനകത്തേക്ക് ചേർക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.